യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ? കൈഫൽ ഹാൽ സുബാഹുൽ ഖൈർ, എല്ലാവർക്കും സുഖാണടാ മക്കളെ. സെറ്റ് അല്ലേ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ എക്സാം എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ പോയിട്ട് എല്ലാവരും കമന്റ് ഇടണം. അതേപോലെ തന്നെ EVSന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് 7:30 വരുന്നുണ്ട്. കണ്ടിട്ട് സെറ്റ് ആക്കിയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് പോവാം. ഓക്കെ റെഡി. ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിഖറ അല്ലേ, അതുപോലെയാണ് വന്നിട്ടുള്ളത്. അജ്വദ് ദാരിസുൻ ഫീ സഫി റാബിഅ ഉസ്റതുഹു ഫഖീറ യുഹിബ്ബു ഉമ്മുഹു കസീറൻ ഹിയ തഅമലു ഉളുവൻ ഫീ ഫരീഖ് അൽ-അഖ്ളർ. ഹരിത കർമ്മസേന അല്ലേ, ഹരിത കർമ്മസേനയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ. കുല്ല യൗമിൻ തദ്ഹബു ഉമ്മുഹു ഇലാ ബുയൂത്തിൽ ആഖരീൻ വതജ്മഉൽ ഫളലാത്ത് കാന അജ്വദുൻ യന്തളിറു ഉമ്മുഹു കുല്ല യൗമിൻ ഇൻദ ബവാബത്തിൽ ബൈത്ത്. يوما وصلت الأم إلى بيته متأخرة وفي يدها ساعة ذكية له ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. فسأل أجود يا ماما من أين هذه. അപ്പോൾ പറയാണ് أجابت أمه وجدتها من المهملات له. أجود داش أجود دارس في صف الرابع. അങ്ങനെയാണ് ആൻസർ വരുന്നത്. تعمل أم أجود ഫരീഖ് അൽ-അഖ്ളർ അല്ലേ. അതേപോലെ തന്നെ മിൻ ഐന വജദ്ത ഉമ്മു സാഅ മിനൽ മുഹ്മൽ. ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടടാ. രണ്ടാമത്തെ ചോദ്യം മാദാ യജ്മഉ ഫരീഖ് അൽ-അഖ്ളർ. അപ്പോൾ ഫളലാത്ത് അല്ലേ. അതേപോലെ തന്നെ മാദാ റഅ അജ്വദ് ഫീ യദി ഉമ്മിഹി സാഅത്തുൻ ദക്കിയ അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കടാ. ഫക്കറ അജ്വദു ലൈലൻ അനിസ് സാഅതി ഫജ്അതൻ തദക്കറ സ്വദീഖത്തു നബീൽ വകാന യദിഹി സാഅത്തുൻ ദക്കിയതൻ വഫീ യൗമി താലി റഅ അജ്വദുൻ മിനൽ മദ്രസതി സ്വദീഖത്തു നബീലൻ ഫദാറ ബൈനഹുമാ ഹിവാർ അല്ലേ. അപ്പോൾ ഒരു ഹിവാർ തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അജ്വദും നബീലും തമ്മിലുള്ള ഹിവാറാണ്. അപ്പോൾ അജ്വദ് പറയാണ് സുബാഹുൽ ഖൈർ. അപ്പോൾ അതിന് മറുപടിയായിട്ട് സുബാഹുൻ നൂർ എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ കൈഫൽ ഹാൽ എന്നാണ് അതിന് മറുപടിയായിട്ട് സൈൻ അൽഹംദുലില്ലാ. അതിനെ സഹായത്തുക്ക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ദായത്ത് അംസ് എന്ന് എഴുതി കൊടുക്കുക. അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ആൻസറൊക്കെ, അത് നോക്കി എഴുതാനേ ഉള്ളൂ. സഹായത്തുക്ക എന്താ ഉമ്മിയുണ്ട്. പിന്നെ അതിനെ വജദത്ത ചോദിച്ചിട്ടുണ്ട്. മിനൽ മുഹ്മലാത്താണ്. ശുക്രൻ പറഞ്ഞാൽ പിന്നെ അല്ലേ. സെറ്റാണോ? റെഡി ആണല്ലോടാ മക്കളെ? സെറ്റ് അല്ലേ? യെസ് ഗൈസ്. അപ്പോൾ അടുത്ത ചോദ്യം അല്ലേ. അടുത്ത ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൽബ് അല്ലേ. കൽബുൻ ഹയവാനുൻ യസ്കുനു കൽബുൻ ഫിൽ വിജാർ അല്ലേ. അനമുൻ ഹയവാനുൻ യസ്കുനു അനമുൻ ഫിൽ മർബദ് അല്ലേ. അസദുൻ ഹയവാനുൻ യസ്കുനു അസദുൻ ഫിൽ അരീൻ. ദീകുൻ ത്വാഇറുൻ യസ്കുനു ദീകുൻ ഫിൽ ഖും അല്ലേ. ഇനി അടുത്തത് ഫഇറുൻ ഹയവാനുൻ യസ്കുനു ഫഇറുൻ ഫിൽ ലഅസ് അല്ലേ. ഇനി അടുത്ത നോക്കടാ. താഴെ എങ്ങനെയൊക്കെയാ യോജിപ്പിക്കുന്നത്? സഹിർ അസ്ഹാർ, നെഹ്ർ അൻഹാർ, ത്വാഇർ തുയൂർ, ഫറാശാത്ത്. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. റെഡി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ അഞ്ചാമതായിട്ടൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ചോദ്യം ഒന്ന് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുതി കൊടുക്കാനുള്ള എന്താ നോക്കാം അല്ലേ. ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ കലണ്ടർ തന്നു. കലണ്ടറിലുള്ള ദിവസങ്ങൾ യൗമുൽ ഇസ്നൈൻ, യൗമുൽ അർബിഅ, യൗമുൽ ജുമുഅയാണ് എഴുതി കൊടുക്കാനുള്ളത്. പിന്നെ അവിടെ 18 അതേപോലെ തന്നെ 29 എഴുതി കൊടുക്കാനുണ്ട്. പിന്നെ ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുക്കാം. എങ്ങനെയാണ്? ഇലൽ ഹൈദരാബാദ് 10 ഡിസംബർ, അതേപോലെ തന്നെ ഖാമിസ് 10 ഡിസംബർ, പിന്നെ ഫിൽ ഖിത്വാർ ശുക്രൻ എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ നമ്മൾ എഴുതി കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെറ്റാണോ? റെഡി അല്ലടാ മക്കളെ? റെഡി അല്ലേ? ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സെറ്റ് അല്ലേ? എല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനിയൊന്നും പറയാ. ഇത് കൂടെ പറയാനുണ്ടല്ലോ. ഇവിടെ ഇത് നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ സെറ്റാണ്, വേറൊന്നുമില്ല. അപ്പോൾ EVSന്റെ പരീക്ഷ ഉണ്ട്. അതൊക്കെ കണ്ട് സെറ്റാക്കിയിട്ട് പോയിട്ട് ഉഷാറാക്കിയിട്ട് ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ എല്ലാവരും. ഓക്കെ, ബൈ ടാറ്റ.